ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് 12/7/2025 നടന്ന ഫയർ ഓഫീസർ ട്രെയിനി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 1. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി, രാജാ കേശവദാസൻ. 2. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി, റാം മോഹൻ റോയ്. 3. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ ഡി, സൺ യാറ്റ്സൺ. 4. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 5. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. 6. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, സ്വീഡൻ. 7. മൗസിൻ ഡാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാസി കുന്നുകളുടെ സാന്നിധ്യം. 8. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. ഏതൊക്കെയാ? ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. 9. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക? ആൻസർ ഓപ്ഷൻ എ, കബനി, ഭവാനി, പാമ്പാർ. 10. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, 2, 4. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം? ക്രമമായ താപനഷ്ട നിരക്ക്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം? സമുദ്രജല പ്രവാഹം. 11. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നൈട്രജൻ. 12. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. 13. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? ആൻസർ ഓപ്ഷൻ സി, എം വിശ്വേശ്വരയ്യ. 14. പ്രതിശീർഷ വരുമാനം എന്നത്? ആൻസർ ഓപ്ഷൻ എ, ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. 15. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർചാർജ്. 16. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, 9ാം പഞ്ചവത്സര പദ്ധതി. 17. താഴെ പറയുന്നവയിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. 18. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ ബി, LIC. 19. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ? ഇപ്പം മൗലിക കടമകളിൽ പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3, 4. അപ്പം ഇതെല്ലാം പെടാത്തവയാണ്. തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ
പെരുമാറുക. 20 ചേരും പടി ചേർക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാ? ഭരണഘടനയുടെ 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. ഭരണഘടനയുടെ 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. ഭരണഘടനയുടെ 226-ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. 21 ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ 3. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 22 ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. 23 ചേരും പടി ചേർക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148. അറ്റോർണി ജനറൽ വകുപ്പ് 76. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ. 24 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അപ്പോൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന. 25 പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത് ഏവ? അപ്പോൾ സവിശേഷതകളിൽ പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. അതാണ് പെടാത്തവ തെറ്റായിട്ടുള്ളത്. 26 ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറുപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത്. 27 കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3, 4. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. ഏതൊക്കെയാ? മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല. 28 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാര്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സിറിയക് തോമസ്. 29 ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാൻ ആണ്? ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ MLA-മാരെ തിരഞ്ഞെടുക്കുന്നത് ഏത് സമ്പ്രദായത്തിലൂടെയാണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് FPTP. 30 കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അപ്പോൾ തെറ്റായതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 1. രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. അപ്പോൾ എന്നാണ് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്? 1993
ഡിസംബർ 3 കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 31. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത് ഏവ? ലക്ഷ്യത്തിൽ പെടാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. 32. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി, പാർക്കിൻസൺസ്. 33. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ആൻസർ ഓപ്ഷൻ എ, എറിത്രോപോയിറ്റിൻ. 34. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ അഥവാ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, GLUT4. 35. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അഗ്ലൂട്ടിനേഷൻ. 36. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. അപ്പോൾ ഇത് തന്നെ നേരത്തെയും ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. 37. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. 38. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, ക്രിസ്ത്യൻ ഹൈജൻസ്. 39. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഗുരുത്വാകർഷണ ബലം. 40. കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ സി, ഊർജം. 41. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ ഡി, സ്പാഡെക്സ് മിഷൻ. 42. റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ആണ്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ നിരീക്ഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. 43. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമമാണ്. ആൻസർ ഓപ്ഷൻ എ, അൺബൈലീലിയം. 44. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അഥവാ ഉപലോഹം അല്ലാത്തവയാണ്. ആൻസർ ഓപ്ഷൻ ഡി, മഗ്നീഷ്യം. 45. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ജാൻ ടെല്ലർ മെറ്റൽ. 46. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ശരിയായവയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണ്. ആ കൊടുത്തിരിക്കുന്ന 2ഉം ശരിയാണ്. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 47. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. ആൻസർ ഓപ്ഷൻ ഡി, ഗായത്രി സ്പിവാക്. 48. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്, 2 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. 49. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. അപ്പോൾ 2ാമത്തേത് തെറ്റാണ്, 1ാമത്തേത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് എന്താണ്? ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. 50.
ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാ ശരി? 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. 51. ഗുണനം എന്നാൽ അധികവും കുറയ്ക്കുക എന്നാൽ ഭാഗവും ആയാൽ 12 ഗുണം 39 മൈനസ് 3 സമം എത്ര? അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? 12 ഗുണം 39 മൈനസ് 3. ഗുണനം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ? 12 അധികം 39 മൈനസ് എന്ന് പറഞ്ഞാൽ ഭാഗമാണ് 3. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഇതാണ്. ഭാഗിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 12 അധികം 39 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 13 കിട്ടും. 12 അധികം 13 25. ആൻസർ എത്ര വരും? 25. അപ്പോൾ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്, 25. 52. 16ന്റെ സ്ക്വയർ ഗുണം 3 സ്ക്വയർ റേസ് ടു 4 ഡിവൈഡ് ബൈ 9ന്റെ ക്യൂബ് ഗുണം 4 സ്ക്വയർ റേസ് ടു 3 സിക്കൽ ടു എത്ര? ഇതെങ്ങനെ ചെയ്യുന്നേ? 16ന്റെ സ്ക്വയർ ഗുണം 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 റേസ് ടു 4 9 റേസ് ടു 4 ഡിവൈഡ് ബൈ 9 റേസ് ടു 3 ഗുണം 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 റേസ് ടു 3. അപ്പോൾ ഇവിടെ ഭാഗിക്കാനുള്ളത് കൊണ്ട് എന്താ ചെയ്യണം? കുറയ്ക്കണം. ഒരേ സംഖ്യയിലുള്ളത് കുറയ്ക്കുക. അപ്പോൾ 3 2 കുറച്ചാൽ ഇവിടെ എത്ര കിട്ടും? 16 കിട്ടും. 16 റേസ് ടു 1 അല്ലേ കിട്ടുന്നത്? 3 മൈനസ് 2. ഇനി 9. ഇവിടെ 4 മൈനസ് 3 റേസ് ടു 9. 4 മൈനസ് 3 1. 9 റേസ് ടു 1 9. അപ്പോൾ എങ്ങനെ കിട്ടും? 9 ഡിവൈഡ് ബൈ 16 കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത കണക്ക് നോക്കാം. ഒറ്റയാൻ ഏത്? 53. ഒറ്റയാൻ ഏത്? അപ്പോൾ ഇവിടെ 85 ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? 13ന്റെ ഗുണിതങ്ങളാണ്. 26 13 ഗുണം 2 26 13 ഗുണം 5 65 13 ഗുണം 4 52 13 ഗുണം 6 78. 85 മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 54. 5x അധികം 15 ഈസ്റ്റു 8x അധികം 16 സിക്കൽ ടു 2:3 ആയാൽ എക്സിൻ്റെ വില എന്ത്? അപ്പോൾ ഈ കണക്ക് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫോർമുല നോക്കി വെച്ചേക്കാം. a ഈസ് ടു b സിക്കൽ ടു c ഈസ് ടു d എന്ന് പറയുന്നത് AD സിക്കൽ ടു BC ആയിരിക്കും. അപ്പോൾ a ഈസ് ടു b സിക്കൽ ടു c ഈസ് ടു d എന്ന് പറയുന്നത് AD സിക്കൽ ടു BC ആയിരിക്കും. അപ്പോൾ ഇത് A, ഇത് B, ഇത് C, D. അപ്പം AD എന്ന് പറയുന്നത് 5x അധികം 15 ഇൻറ്റു 3 സിക്കൽ ടു 8x അധികം 16 ഇൻറ്റു 2. അപ്പോൾ ഇതിനെ അകത്തോട്ട് ഗുണിച്ചാൽ മതി. 3 ഗുണം 5x 15x അധികം 15 ഗുണം 3 45 സമം 8x ഗുണം 2 16x അധികം 16 ഗുണം 2 32. ഇനി സംഖ്യകളെല്ലാം ഒരിടത്തോട്ടും ഈ ചരമുള്ളത് ഒരിടത്തോട്ടും ആക്കാം.
അപ്പോൾ 16 - 15 എത്ര കിട്ടും? എക്സ് എന്ന് കിട്ടും. എക്സ് ഇസിക്കൽ ടു 45 32 കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 13 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 13. ആൻസർ എത്രയാണ്? അപ്പം 13 ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 55. എക്സ് മൈനസ് 1/x ഇസിക്കൽ ടു 2 ആയാൽ x² പ്ലസ് 1/x² ഇസിക്കൽ ടു എത്ര? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതുപോലൊരു കണക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ 2ൻ്റെ സ്ക്വയർ അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. അപ്പോൾ ഏത് സംഖ്യയാണോ ഉള്ളത് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 കൂട്ടുക. ഇവിടെ എക്സ് മൈനസ്, ഇവിടെ മൈനസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടുക. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? കുറയ്ക്കണം. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, ചോദ്യത്തിൽ മൈനസ് ആയതുകൊണ്ട് ഇവിടെ കൂട്ടുക. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 4 + 2 6. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 56. 8:2 എത്ര? അപ്പോൾ 8ൻ്റെ ക്യൂബാണ് 512. അതുപോലെ 2ൻ്റെ ക്യൂബ് എത്രയായിരിക്കും? അപ്പം 8. ആൻസർ ഓപ്ഷൻ ബി. 57. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിനെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര? ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റി എഴുതാം നമുക്ക്. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4πr². 4πr² എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 4πr². അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 3πr² ആണ്. അപ്പോൾ 3πr² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4πr² ഇവിടെ തന്നിട്ടുണ്ട് 120 എന്ന്. അപ്പോൾ ഇതിനകത്ത് നിന്ന് πr² നമുക്ക് കണ്ടുപിടിക്കാം. πr² എന്ന് പറയുമ്പോൾ എന്താണ്? 120 / 4 എത്ര കിട്ടും? 30. πr² കണ്ടുപിടിച്ചു 30. ഇനി അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr². അത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലേ? πr² ഉണ്ട് 30 എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 3 കൂടെ ഗുണിച്ചാൽ മതി. അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം = 3 × 30 90. ആൻസർ 90 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ എ. 58. പേരും മേൽവിലാസവും നൽകിയിരിക്കുന്നു. വ്യത്യസ്തമായത് ഏത്? അപ്പോൾ ഇതും ഈ മുകളിൽ തന്നിരിക്കുന്നതും ഇതുമാണ് ഒരുപോലെയുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. ബാക്കി ഇത് 3ഉം വ്യത്യാസമായിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 59. 10 പേനയുടെ വിറ്റ വിലയും 15 പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. എക്സ് സാധനത്തിൻ്റെ വാങ്ങിയ വില എക്സ് സാധനത്തിൻ്റെ വാങ്ങിയ വില വൈ സാധനത്തിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ശതമാനം. നഷ്ടശതമാനമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ
നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ y മൈനസ് എക്സ് ഡിവൈഡ് ബൈ y ഇൻറ്റു 100 ശതമാനം. എന്താണ്? എക്സ് സാധനത്തിൻ്റെ വാങ്ങിയ വില y സാധനത്തിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ y ഇൻറ്റു 100%. നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ y മൈനസ് എക്സ് ഡിവൈഡ് ബൈ y ഇൻറ്റു 100%. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക ഈ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എങ്ങനെ എന്തുവാ ചോദിച്ചേക്കുന്നത്? അപ്പോൾ ചോദിച്ചേക്കുന്നത് 15 പേനയുടെ വാങ്ങിയ വില 10 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യം. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ എക്സ് സാധനത്തിൻ്റെ വാങ്ങിയ വില എത്രയാ? 15 മൈനസ് വിറ്റ വില 10 ഡിവൈഡ് ബൈ y. എക്സ് മൈനസ് y ഡിവൈഡ് ബൈ y ഇൻറ്റു 100 ആണ് ലാഭശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. 15 മൈനസ് 10 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. എത്ര കിട്ടും? 15 മൈനസ് 10 എന്ന് പറയുന്നത് 5 ഡിവൈഡ് ബൈ 10 ഗുണം 100. 0 വെട്ടിപ്പോയി. 5 ഗുണം 10 50. എത്രയായിരിക്കും? 50%. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. എക്സ് സാധനത്തിൻ്റെ വാങ്ങിയ വില y സാധനത്തിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ y ഇൻറ്റു 100. നഷ്ടശതമാനം y മൈനസ് എക്സ് ഡിവൈഡ് ബൈ y ഇൻറ്റു 100. ഇത് പഠിച്ചു വെച്ചിരുന്നാൽ ഇങ്ങനെ കണക്ക് വന്നാൽ ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് 50%. അപ്പോൾ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 50%. ഇനി എന്താ പറയുന്നത്? 60ാമത്തെ ക്വസ്റ്റ്യൻ. ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ. രാജുവിൻ്റെ മകനാണ് രാഹുൽ എങ്കിൽ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോകാം. ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രാജുവിൻ്റെ മകനാണ് രാഹുൽ. ദിയയുടെ അച്ഛൻ്റെ ഏക മകൾ ആണ് രാജുവിൻ്റെ ഭാര്യ. അപ്പോൾ രാജുവിൻ്റെ ഭാര്യയാണ് ദിയ എന്ന് പറയുന്നത്. ദിയ രാഹുലും ആരായിരിക്കും? അപ്പം തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? മകനായിരിക്കും. ദിയയുടെ മകനാണ് രാഹുൽ. ആൻസർ ഓപ്ഷൻ എ. 61. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി അഥവാ എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏത്? ആൻസർ ഓപ്ഷൻ എ പാസ്. 62. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഈഥൈൽ മെർക്യാപ്റ്റൻ. 63. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 64. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ. 65. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മൂത്തറിംഗ്. 66. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി അസറ്റലീൻ. 67. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽസ് നിയമം. 68. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ഉത്പതനം സബ്ലിമേഷൻ. 69. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി FM 500. 70. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ഫ്രെഡറിക് എസ്മാർക്ക്. 71. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ.
72 CPR എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. 73 അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ആൻസർ ഓപ്ഷൻ എ, ടൂർണിക്കൈ. 74 നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി, ട്രയേജ്. 75 മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര? ആൻസർ ഓപ്ഷൻ സി, 17%. 76 AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഹൃദയാഘാതം. 77 പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. 78 സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, അസ്ഥിഭംഗം. 79 ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 2000. 80 സാമ്പത്തിക കുറ്റത്തിനോ മറ്റ് ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. 81 ശരിയായ പദമേത്? ആൻസർ ഓപ്ഷൻ ബി, ആച്ഛാദനം. ഇതാണ് ശരിയായിട്ടുള്ളത്. 82 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദമേത്? അപ്പോൾ കുതിര എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, അശ്മകം. 83 ചുവപ്പ് എന്നതിന് സമാനമായ പദമേത്? ആൻസർ ഓപ്ഷൻ എ, ലോഹിതം. 84 താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ്? ആൻസർ ഓപ്ഷൻ എ, പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. 85 എതിർലിംഗം എഴുതുക, വിധവ. ആൻസർ ഓപ്ഷൻ സി, വിധുരൻ. 86 അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ആൻസർ ഓപ്ഷൻ ഡി, കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. 87 കാപ്പുകൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ബി, ഒരുങ്ങുക. 88 പിരിച്ചെഴുതുക, വെണ്മ. ആൻസർ ഓപ്ഷൻ ഡി, വെൾ അധികം മാ. 89 ഒറ്റപ്പദമാക്കി എഴുതുക, എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ആൻസർ ഓപ്ഷൻ സി, സുഗരം. 90 അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ആൻസർ ഓപ്ഷൻ എ, 2, 3, 2, 7, 3, 1, 4, 6, 5. അപ്പം എങ്ങനെ വരും? ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥപൂർണമായ വാക്യം. 91 ദ അസൈലന്റ് ഡാഷ് സെവറൽ പ്ലേസസ് ബിഫോർ ബീയിങ് ആപ്രിഹെൻഡഡ് ബൈ ദ പോലീസ്. Fill in the blank using suitable phrasal verb given in the options. Answer option B, called at. 92 I would rather you dash indoors. Fill in the blank using the most suitable option. Answer option D, didn't smoke. 93 the word deposition in legal context means identify the option which is closest in meaning to the underlined word. Answer option C, witness statement taken outside the court. 94 I will finish the task in no time dash. Use the most appropriate question tag. Answer option A, won't I. 95 the defense counsel was prevented dash submitting additional evidence dash the trial. Use the most suitable set of prepositions. Answer option A, from, during. 96 one word substitute for the killing of women and girls because of their gender. Choose the suitable word for underlined sentence from the options. Answer option D, femicide. 97 complete the
കോമ്പിനേഷൻ യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ. ബോർ, സോ, ഗാൻഡർ. ആൻസർ ഓപ്ഷൻ ബി ഗൂസ്. 98. Who is organizing the charity event for the next week? Turn into passive voice. Answer option D. By whom is the charity event being organized for the next week? 99. Their discussion always ended in disagreement. Pick out the antonym for the underlined word. Answer option C. Consensus. 100. Even though I was a beginner in this field, there had been my friend to show me the ropes. Identify the meaning of the underlined idiom. Answer option B. To teach or guide someone, especially in a new job. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇതിനകത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണും. ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക.